ഇവിടെ ഇരുന്നപ്പോൾ ഞാൻ എത്ര നേരം ആലോചിച്ചുകൊണ്ടിരുന്ന എപ്പിലെപ്സിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ കുട്ടൻ തമ്പുരാൻ മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. കുട്ടൻ തമ്പുരാൻ സർഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ശേഷം അങ്ങനെ അപസ്മാര രോഗിയായിട്ട് വേറൊരു കഥാപാത്രം ചെയ്തിട്ടില്ല, വന്നാലും ചെയ്യില്ല. കാരണം അത് ഒന്നായിട്ട് നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു തീരുമാനം. അത്രയധികം പ്രേക്ഷക മനസ്സിൽ റീച്ചായ ഒരു ക്യാരക്ടറാണ് കുട്ടൻ തമ്പുരാൻ. ഒരുപാട് പ്രത്യേകതകളുള്ള ക്യാരക്ടറായിരുന്നു. എൻ്റെ ഗുരുനാഥൻ കോഴിക്കോട്ടുകാരനാണ്. ഹരിഹരൻ സാറാണ് എന്നെ സിനിമയിലേക്ക് ഇത്രയും വലിയൊരു ബ്രേക്ക് തന്ന് ഒരു കസേര വലിച്ചിട്ട് അവിടെ ഇരുന്നോളാൻ പറഞ്ഞ ആളാണ്. അദ്ദേഹം കോഴിക്കോട്ടുകാരനാണ്. അങ്ങനെ 91 തോന്നുന്നു കോഴിക്കോടേക്ക് അദ്ദേഹം എന്നോട് വരാൻ പറഞ്ഞു. ഈ ക്യാരക്ടറിനെ ഫിക്സ് ചെയ്തു ഓൾറെഡി. വന്നിവിടെ ഹോട്ടൽ അളകാപുരിയിൽ എന്നോട് വരാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സ്യൂട്ട് റൂമിൽ വെച്ച് ആദ്യമായി കുട്ടൻ തമ്പുരാൻ്റെ ഭാവഹാവാദികളൊക്കെ എന്നെ പഠിപ്പിച്ചു. മീൻസ് അദ്ദേഹത്തിൻ്റെ നടപ്പിലും എടുപ്പിലും നോട്ടത്തിലും ബീഡി പിടുത്തത്തിലും മുറുക്കാൻ ചുമയ്ക്കുന്നതിലും ഒക്കെ എന്നിൽ നിന്നും അജഗജാന്തരം വ്യത്യാസമുള്ള ക്യാരക്ടറാണ്. അപ്പം അത്രയധികം സങ്കീർണമായൊരു ക്യാരക്ടർ ആയതുകൊണ്ട് അദ്ദേഹം ഷൂട്ടിങ്ങിന് ഒരു 10 ദിവസം മുമ്പ് എന്നെ ഇവിടെ വിളിച്ചു വരുത്തി ഇതെല്ലാം പഠിപ്പിച്ചു. ഹോട്ടലിൽ ഒരു മണിക്കൂറത്തെ പരിപാടിയായിരുന്നു. അങ്ങനെ അതിനുശേഷം ഞാൻ കോട്ടയത്തേക്ക് പോയി ഇതിൻ്റെ ഒരു ത്രില്ലിൽ ഇങ്ങനെ സ്വപ്നം കണ്ട് നടന്നു. ഞാൻ ഹരിഹരൻ സാറിൻ്റെ സർഗത്തിലേക്ക് അഭിനയിക്കാൻ പോകും. എൻ്റെ സീരിയസ്നെസ് ഒന്നും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് ദൈവാനുഗ്രഹം കൊണ്ട് എൻ്റെ ഓരോ ഷോട്ടും ഭംഗിയായി പോയി സാറിൻ്റെ അനുഗ്രഹം കൊണ്ട്. പക്ഷേ ഇദ്ദേഹം ഒരു അപസ്മാര രോഗിയാണെന്നുള്ള കാര്യം എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയില്ലായിരുന്നു. ഞാൻ ഈ മാനറിസം മാത്രമാണ് കൂടുതൽ ശ്രദ്ധിച്ചത്. കൈയും കാലും നീട്ടി വലിച്ചു നടക്കുന്ന സ്വഭാവം, ബീഡി പിടിച്ചാൽ അദ്ദേഹം, നമ്മൾ സാറിന് ബീഡി പിടിച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് എടുക്കില്ല. അദ്ദേഹം ബീഡി പിടിച്ചാൽ ഇങ്ങനെ ഇരിക്കുക, ഇത്ര എടുക്കുക, വായിക്കൂട്ടിൽ നമ്മൾ സാറിന് എടുത്ത് ഞാൻ വായിക്കൂടെ വിടുന്നത്, ഇദ്ദേഹം വായിക്കൂടെ വിടില്ല. ബീഡി ഇത്ര പിടിച്ചു കഴിഞ്ഞാൽ പുക അകത്തോട്ടേക്ക് എടുത്താൽ മൂക്കിക്കൂടെ മാത്രമേ വിടാവുള്ളൂ, മൂക്കിക്കൂടെ വിടുകയുള്ളൂ. ഓരോ സ്വഭാവങ്ങളെ. അപ്പം ഇതെല്ലാം ഞാൻ അതുപോലെ ഒന്നെങ്കിൽ മുറുക്കാനില്ലെങ്കിൽ ബീഡി കാണും. അത്ര കുഴപ്പക്കാരനാണ്. അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ ഈ അപസ്മാരത്തിൻ്റെ കാര്യം സാർ എന്നോട് പറഞ്ഞില്ലായിരുന്നു. അതെനിക്കൊരു ഭയങ്കര വെല്ലുവിളിയായി പോയി. കാരണം ഞാനിവിടെ ഈ നമ്മുടെ കൊയിലാണ്ടിയിൽ കോട്ട എന്നൊരു ക്ഷേത്രമുണ്ട്, അതിൻ്റെ കുളപ്പടവിൽ വെച്ചിട്ടുള്ള സീനായിരുന്നു. ഒരു 5-6-7 ദിവസം കഴിഞ്ഞു, മറ്റുള്ള സീൻസൊക്കെ എടുത്തു കഴിഞ്ഞു. അപ്പോൾ അവിടെ വന്നിരുന്നൊരു പട്ടാളക്കാരൻ, കാരണം ഇയാളിച്ചിരി ധിക്കാരിയും അഹങ്കാരിയും ഒക്കെ ആയതുകൊണ്ട് ഇയാൾ കുളിക്കാൻ വരുമ്പോൾ അവിടെ വേറെ ആരും ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, തമ്പുരാൻ ഇഷ്ടമല്ല. അപ്പം അയാൾ ഇച്ചിരി പുരോഗമനവാദിയായിട്ടുള്ള ആളായിരുന്നു. അയാൾക്ക് സൗകര്യമില്ലെന്ന് പറഞ്ഞു, മാറിത്തരാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ 1-2 പറഞ്ഞ് ഉടക്കായി. എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തായ ഹരി, വിനീതിൻ്റെ ക്യാരക്ടറുണ്ട്. അങ്ങനെ തമ്മിൽ പ്രശ്നമായി, വഴക്കായി. ഈ വഴക്കിൻ്റെ പകുതി എത്തിയപ്പോൾ എൻ്റെ അടുത്ത് ഹരിഹരൻ സാർ പറഞ്ഞു, നിങ്ങൾക്കിനി ഫിറ്റ്സ് എന്നൊരു അസുഖമുണ്ട്, അറിയാമല്ലോ അല്ലേ, അതുണ്ടാവും. സാർ എപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അപസ്മാര ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനത് കെയർലെസ് ആയിട്ടൊന്ന് വിട്ടതാണ്, പക്ഷേ സീരിയസ് ആയിട്ട് എടുത്തില്ല. ഇനിയാണ് ആ ഷോട്ട് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക, നിങ്ങളിത് കണ്ടിട്ടുണ്ടോ, ഈ അപസ്മാരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല സാർ, നമ്മുടെ കോട്ടയത്തൊന്നും അങ്ങനെ അധികം ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ സാർ ഭയങ്കര വിറയ്ക്കും, പല്ല് കടിക്കും, പത വരും, ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. ആണോ? അപ്പോൾ എന്താ ചെയ്യുക, നിങ്ങൾക്ക് എന്താ അറിയാമെന്ന് അതൊന്ന് ചെയ്ത് കാണിക്കാൻ പറ്റും. അപ്പം ഞാൻ സാറിന് മുമ്പിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഈ പല്ലൊക്കെ കടിച്ച് ഇങ്ങനെ ഈ സാധനം കാണിച്ചപ്പം സാറിനത് ഏകദേശം ഇവൻ ഒപ്പിക്കുമെന്ന് മനസ്സിലായി. അവൻ ആ ഷോട്ടിലേക്ക് കയറി. എന്തോ ഒരു ദൈവഭാഗ്യം കൊണ്ട് ആ ഷോട്ട് വന്നപ്പോൾ ഞാനതങ്ങനെ ചെയ്തു. ഈ പതയൊക്കെ നിങ്ങൾക്കറിയാലോ, സിനിമ ചീറ്റിംഗ് പരിപാടികളൊക്കെ അറിയാലോ. ഇപ്പോൾ സോപ്പിൻ്റെ കോൾഗേറ്റിൻ്റെ പതയൊക്കെ വെച്ചിട്ട് പല്ലൊക്കെ തേച്ചിട്ട് പതയൊക്കെ വരുത്തി. അങ്ങനെ അത് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു മഹാരോഗം ഇത് ഒറിജിനലായിട്ട് അനുഭവിക്കുന്നവരുടെ ഒരവസ്ഥ ശരിക്കും ഞാൻ ആ ഷോട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കിയത്. ഇത് കണ്ടു നിൽക്കുന്നവർക്കും ഇത് അനുഭവിക്കുന്നവർക്കും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണെന്ന് മനസ്സിലായി. അങ്ങനെ സിനിമ റിലീസായി. എൻ്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായി. അതിൻ്റെ 175-ാം ദിവസം ആഘോഷം ഇവിടെ കോഴിക്കോട് ഒരു വലിയ ഹോട്ടലിൻ്റെ ഹാളിൽ വെച്ചായിരുന്നു. അന്ന് ചീഫ് ഗസ്റ്റ് ആയിരുന്നത് വളരെ പ്രശസ്തനായ ഡോക്ടർ CK രാമചന്ദ്രനായിരുന്നു. അദ്ദേഹമായിരുന്നു ചീഫ് ഗസ്റ്റ്. അപ്പം ഞാനുണ്ട്, വിനീതുണ്ട്, ഹരിഹരൻ സാർ, എല്ലാവരും വേദിയിലിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഊഴം വന്നപ്പോൾ ചിത്രത്തിനെക്കുറിച്ച് ഒരുപാട് പ്രശംസിച്ച് അദ്ദേഹം പറഞ്ഞ കൂട്ടത്തിൽ എടുത്തു പറഞ്ഞു, ഇതിൽ മനോജ് K. ജയൻ ചെയ്ത കുട്ടൻ തമ്പുരാൻ എന്ന അപസ്മാര രോഗിയായിട്ടുള്ള ക്യാരക്ടർ, അദ്ദേഹം അതിൽ അപസ്മാര രോഗം അഭിനയിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വരെ ഒരു പാഠമാക്കാവുന്ന ഒരു രീതിയിലാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് പറഞ്ഞു.
എനിക്ക് ഒരു ഓസ്കാർ അവാർഡ് കിട്ടിയ ഒരു പ്രതീതിയായിരുന്നു. കാരണം